ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഡ്രം സ്റ്റിക്ക് മസാല കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നല്ല ഡ്രം സ്റ്റിക്ക് ആവശ്യമുണ്ട്. ഒരു വലിയ സവോള അരിഞ്ഞെടുത്തത്, ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. തക്കാളിക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഒരു തവയെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഡ്രം സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ ഡ്രം സ്റ്റിക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി അതേ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച സവോള കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സവോള ഒന്ന് ഫ്രൈ ആയി വരണം. കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിക്കയുടെയും ഇഞ്ചി വെളുത്തുള്ളിയും അങ്ങോട്ട് ചേർത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പൊടികളുടെ എല്ലാം ഒന്ന് പച്ചപ്പ് മാറി വരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അത്യാവശ്യം ചേർത്തു. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഡ്രം സ്റ്റിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രം സ്റ്റിക്ക് ചേർത്തു. ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം അടപ്പൊന്ന് അടച്ചു കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ തിളച്ചു. ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഡ്രം സ്റ്റിക്ക് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതുപോലെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് ചാറന്ന് ചെറുതായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഒന്നുകൂടെ തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഡ്രം സ്റ്റിക്ക് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.